ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 6-ാം ദിവസം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ യേശു എന്ന പേരിനെ കുറിച്ച് തന്നെ നമുക്ക് ധ്യാനിക്കാം. ആ പേര് സ്വർഗം നിർദ്ദേശിച്ച പേരാണ്. ദൈവദൂതൻ പറഞ്ഞതനുസരിച്ചാണ് യോസേപ്പ് പിതാവും മാതാവും ആ പേര് യേശുവിന് നൽകിയത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ദേവദൂതൻ യോസേപ്പ് പിതാവിനോട് പറഞ്ഞു, ജനിക്കാൻ പോകുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. ഈ പേരിന്റെ അർത്ഥം യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ്. ഹീബ്രു ഭാഷയിൽ ഈ പേര് യെഷുവ എന്നാണ്. യെഷുവ എന്ന് പറഞ്ഞാൽ യാഹ്വേ രക്ഷിക്കുന്നു, അവൻ രക്ഷകനാണ്. ആ പേരിൽ തന്നെ രക്ഷയുണ്ട്. ഈശോയുടെ നാമം അത്ഭുതകരമായ നാമമാണ്. ആ നാമത്തിൽ വലിയ ശക്തിയുണ്ട്, ആ നാമത്തിൽ വലിയ രക്ഷയുണ്ട്. ആ നാമം വഴി അത്ഭുതങ്ങൾ സംഭവിക്കും, ആ നാമം വഴി രോഗശാന്തികൾ സംഭവിക്കും, ആ നാമം വഴി വലിയ കാര്യങ്ങൾ സംഭവിക്കും. കാരണം ആ നാമം തന്നെ യേശുവിൻ്റെ വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയെ തിരിച്ചറിയാനും ഒരു വ്യക്തിയെ വിളിക്കാനുമാണ് സാധാരണ രീതിയിൽ നമ്മൾ പേര് ഇടാറുള്ളത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ പേര് എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ തിരിച്ചറിയാനുള്ള ഒരു വാക്കല്ല, ഒരു വ്യക്തിനെ വിളിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല, മറിച്ച് ആ വ്യക്തിയുടെ സ്വഭാവത്തെ, ആ വ്യക്തിയുടെ ദൗത്യത്തെ, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവനാണ്, രക്ഷകനാണ്. അത് സൂചിപ്പിക്കുന്ന പേരാണ് യേശുവിന്റെ പേര്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും എന്ന് നാം വായിക്കുന്നു. അപ്പോൾ യേശുവിന്റെ നാമത്തിന് രക്ഷ നൽകാനുള്ള കഴിവുണ്ട്. ഈ നാമത്തിന് വലിയൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ നാമത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ നാമത്തിലുള്ള ശക്തി മനസ്സിലാക്കാം. ഈ നാമം സാധിക്കുമ്പോഴെല്ലാം ഉച്ചരിച്ച് ആ വലിയ ശക്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. യേശു എന്ന ആ തിരുനാമം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ ആധ്യാത്മിക ശക്തി നമുക്ക് ലഭിക്കും. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.